നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് കോടികൾ ചെലവിടാനാണ് സർക്കാരിന്റെ ഉത്തരവ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനമാകെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹോർഡിംഗ്സുകളാണ് സ്ഥാപിക്കുന്നത്. ഇതിനായി 15.63 കോടി രൂപയാണ് അനുവദിച്ചത്. ഹോർഡിംഗ്സുകളുടെ ഡിസൈനിങ്ങിന് മാത്രം 10 ലക്ഷം രൂപയും അനുവദിച്ചു. പ്രചാരണത്തിന് 20 കോടി രൂപ അനുവദിച്ച് ഉത്തരവിറങ്ങി. ഈ തുക തികയാതെ വന്നാൽ അധിക ഫണ്ട് ധനവകുപ്പിൽ നിന്ന് അനുവദിക്കും. LED ഡിജിറ്റൽ വാൾ, ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ്, LED സ്ക്രീനിൽ ഉപയോഗിച്ച് വാഹന പ്രചാരണം എന്നിവയ്ക്ക് 3 കോടി രൂപയാണ് വകയിരുത്തിയത്. KSRTC ബസ്സിലുള്ള പരസ്യങ്ങൾക്ക് 1 കോടി രൂപയും 35 ഹോർഡിങ്ങുകളുടെ മെയിൻ്റനൻസിന് 68 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് 4ാം വാർഷികാഘോഷ പരിപാടികൾ നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഭരണത്തിന്റെ 9 വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന രീതിയിലാണ് ആഘോഷങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പും കണക്കിലെടുക്കുമ്പോൾ ഈ ആഘോഷങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. മുൻപ് സർക്കാരിന്റെ 2ാം വാർഷികാഘോഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമായി കണക്കാക്കിയിരുന്നു. എൻ്റെ കേരളം ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2025 ഏപ്രിൽ 21 കാസർഗോഡാണ് നടക്കുക. കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രദർശന വിപണന മേള ഉദ്ഘാടനം ചെയ്യും. കടബാധ്യത 6 ലക്ഷം കോടിയിലേക്ക് കുതിക്കുമ്പോഴും ധൂർത്ത് കുറയ്ക്കാതിരിക്കുകയാണ് സർക്കാർ. 25,91,50,000 രൂപ പ്രചരണ പ്രവർത്തനങ്ങൾക്കായി ധനമന്ത്രി KN ബാലഗോപാലും അനുവദിച്ചിട്ടുണ്ട്. ധനമന്ത്രിയുടെ അനുമതി കിട്ടിയതിന് പിന്നാലെ PRDയിൽ നിന്നും ഇത് സംബന്ധിച്ച് ഉത്തരവ് ഏപ്രിൽ 9 ഇറങ്ങി. സംസ്ഥാനത്തിന്റെ പ്രധാന സ്പോട്ടുകളിൽ മുഖ്യമന്ത്രിയുടെ പുഞ്ചിരി തൂകുന്ന ചിത്രത്തിന്റെ വലിയ കട്ടൗട്ടാണ് ഉയരുക. 25.91 കോടിയിൽ മുഖ്യമന്ത്രിയുടെ ഹോർഡിങ്ങിനായി മാത്രം ചെലവഴിക്കുന്നത് 15,63,50,000 രൂപ. 232 രൂപയുടെ ദിവസവേതനം ഉയർത്താൻ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് 2 മാസം കഴിയുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം തുക ഉയർത്താൻ കഴിയില്ല എന്ന നിലപാടാണ് ബാലഗോപാൽ അടക്കം സ്വീകരിച്ചത്. അതേ ബാലഗോപാലാണ് മുഖ്യമന്ത്രിയുടെ ഹോർഡിങ്ങിന് അടക്കം 25 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. PRDക്ക് അനുവദിച്ച തുക തീരുന്ന മുറയ്ക്ക് അധിക ഫണ്ട് ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്യും. ഇതിന്റെ ഏതാണ്ട് ചെലവുകൾ ഇങ്ങനെയാണ്. ഒന്നാമത്തേത് ഹോർഡിംഗ്സുകൾക്കാണ്. ഹോർഡിംഗ്സുകൾക്ക് 15.63 കോടിയാണ്. പിന്നീട് ഹോർഡിംഗ്സുകളുടെ ഡിസൈൻ ചാർജാണ്. അതിന് 10 ലക്ഷവും ഉണ്ട്. നിലവിലുള്ള 35 ഹോർഡിംഗ്സുകളുടെ മെയിൻ്റനൻസിന് 58 ലക്ഷം അനുവദിച്ചു. LED ഡിജിറ്റൽ വാളിന് 3.3 കോടി രൂപ. റെയിൽവേ ജിംഗിൾസ്, KSRTC ബസ് പരസ്യങ്ങൾക്ക് 1 കോടി രൂപ. 14 ജില്ലകളിലെ തീം ഏരിയയിലേക്ക് 1.96 കോടി. ജില്ലാതല യോഗങ്ങൾക്കായി 42 ലക്ഷം. കലാ സാംസ്കാരിക പരിപാടികൾക്കായി 2.1 കോടി. ഭക്ഷണം, താമസം, വാഹന വാടക എന്നിവയ്ക്കായി 42 ലക്ഷം. ഉദ്ഘാടന സമാപന ചടങ്ങുകൾക്കായി 30 ലക്ഷം. നന്ദി.